അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവൾ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ക്ഷമിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. വായിച്ചു കേട്ടത് യോസേപ്പ് പിതാവിന് സ്വർഗത്തിൽ നിന്ന് അരുളിപ്പാടുണ്ടായ ഭാഗമാണിത്. യേശു ആരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഇതിലൂടെ ദൈവം തന്നെയാണ് മനുഷ്യരക്ഷയ്ക്ക് മുൻകൈയെടുക്കുന്നത്. ഇതിനോട് സഹകരിക്കാൻ ജോസഫിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി ഏറ്റെടുക്കാൻ ജോസഫ് തീരുമാനിക്കുന്നു. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ പങ്കെടുക്കുന്നു. യേശുവിന്റെ ജനനം എന്ന സുവിശേഷ ഭാഗത്തിലൂടെ എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച നീതിമാനായ ജോസഫ് മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാക്കിയാൽ 24 ഭാഗത്തിലൂടെ എനിക്ക് ലഭിച്ച ഉൾക്കാഴ്ച പങ്കുവയ്ക്കട്ടെ. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. വിശുദ്ധ യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ മറ്റ് അംഗങ്ങളിൽ ഇന്നത്തെ നമ്മുടെ വിചിത്രത്തിന്റെ വിഷയം ഉൾക്കാഴ്ച വളരെ നല്ല രീതിയിൽ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകമായ അനുമതികൾ അറിയിക്കുക. നമ്മുടെ കൂട്ടായ്മ ബൈബിൾ പഠനത്തിൻ്റെ വളരെ നമ്മളെല്ലാവരും വചനം പഠിക്കുന്ന യോസേപ്പ് പിതാവും അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയും രണ്ടുപേരുടെയും ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരുടെ ആധ്യാത്മികതയാണ്, സ്പിരിച്വൽ ലൈഫ് നമ്മൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുനാൾ പ്രാർത്ഥനകൾ, രാത്രികാല ജപം എന്നിവ അവൻ നമ്മുടെ വാർഷിക സമ്മേളനങ്ങൾ വാർഷികം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ട്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തനായ പുണ്യാളൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനായ സെന്റ് സെബാസ്റ്റ്യന്റെ പേരിലുള്ള ഇടവകയിൽപ്പെട്ടവരാണ് നമ്മൾ. കൂടാതെ നമ്മൾ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിവുള്ള 7 വിശുദ്ധരായ മാലാഖമാരിൽ ഏറ്റവും ശക്തനായ മിഖായേൽ ദൈവദൂതൻ ഞങ്ങളുടെ നായകൻ. കല്ലിനെ അപ്പമാക്കാൻ വേണ്ടി ആർക്കും കഴിയുമെങ്കിൽ അതൊരു പ്രലോഭനമാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അനുകരിക്കുന്ന ശ്രീ ജിമ്മി ഗ്ലാംബി ആശംസാ പുസ്തകത്തിനായിട്ട് എത്തിയിരിക്കുന്ന അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ വാക്കൻപേർ, തിരുഹൃദയ മടങ്ങമായ സിസ്റ്റർ നമ്മുടെ യോഗ പ്രതിനിധിയായ ശ്രീമതി ഷൈബി ജോൺസൺ നമ്മുടെ ഇടവകയിൽ നിന്നും പാലാ രൂപത പാസ്റ്റർ കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനാ യോഗങ്ങൾ നമ്മുടെ ഇടവകയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ എല്ലാ മാസവും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ കൃത്യമായി നടക്കുന്ന കുടുംബ കൂട്ടായ്മ യോഗങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു.
തുടർന്നുകൊണ്ട് നമ്മുടെ വാർഡിലെ 26 ഭവനങ്ങളിലും ഉള്ള അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും സജീവമായി വിശുദ്ധ യൂദാശ്ലീഹായുടെ ലേഖനത്തിലും വെളിപാട് പുസ്തകത്തിലും ദുഷ്ടശക്തികളോട് യുദ്ധം ചെയ്യുന്ന മിഖായേൽ മാലാഖയെ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ മിഖായേലിന്റെ ദൗത്യം. സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധ മിഖായേലിന് 4 പ്രധാന ദൗത്യങ്ങളുണ്ട്. ദൈവജനത്തെ സംരക്ഷിക്കുക, സാത്താനെ ദുഷ്ടാത്മാക്കളെ ചെറുക്കുക, നീതിന്യായത്തിൽ പങ്കാളിയാവുക. Thank you.
മെത്രാന്മാരെ, 15ാം വാർഡ് കുടുംബ കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരു ദിവസത്തിലൂടെ കടന്നുപോവുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കുടുംബ കൂട്ടായ്മ എന്ന പരിശീലന കളരിയിലൂടെ വളർന്നു വന്നുകൊണ്ടിരുന്ന നമ്മൾ അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഒത്തിരി ഇവിടെ പങ്കുവയ്ക്കാനുണ്ടാവും. നിങ്ങൾ ഓരോരുത്തർക്കും ഈ കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാം. എത്ര മനോഹരമായിട്ട് അവർ വചനം പങ്കുവയ്ക്കപ്പെട്ടത്. അവർ മത്സരിച്ച് ഇവിടെ വചനം പങ്കുവെച്ച ഒരു കാഴ്ചയുണ്ടായി. അത് കുടുംബ കൂട്ടായ്മയുടെ ഒരു കളരിയുടെ ഒരു ഭാഗമാണെന്ന് കൂട്ടാം. അതുപോലെ തന്നെ സെൻട്രൽ സ്കൂളിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരുന്ന വചന പഠന കളരി രണ്ടും കൂടെ സമന്വയിച്ച് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇവർക്ക് പരിശീലനമാക്കി മാറ്റുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കുട്ടികളുടെ മത്സരിച്ച് വന്നവർ അച്ഛൻ പറഞ്ഞത് ഗുണ്ടായിട്ട് അധ്യായം മാത്രം അവരെ കാണാതെ പഠിച്ചുവെന്ന് ചെല്ലുകയായിരുന്നു. വചനം മുഴുവൻ അവരെ കാണാതെ ഉണ്ടെങ്കിൽ വാക്യങ്ങൾ തെറ്റിപ്പോയെങ്കിൽ അവർ എത്ര കോൺഫിഡൻസോടു കൂടിയാണ് ആ വചനം പങ്കുവെച്ചത്. അതവർക്ക് അറിയാവുന്നതുകൊണ്ട് വാക്യത്തിൽ അവർ എറിഞ്ഞു കൊള്ളിക്കുന്നതായിരുന്നു. അത് ചിലതൊക്കെ ശരിയായി, ചിലതൊക്കെ തെറ്റിപ്പോയെങ്കിൽ അവരുടെ അത് വിഷയമല്ല. അവർ വചനം കൃത്യമായിട്ട് അവർ പങ്കുവെച്ചു. അതിന് 2 കുട്ടികളെല്ലാം അവിടെ അതിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഒരു അഭിനന്ദനം ആദ്യമേ നേരുകയാണ്. ആദ്യമേ തന്നെ ഇവിടെ അവതാരകൻ നിങ്ങളുടെ വാർഡിനെ പറ്റി പല കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. നിങ്ങൾ വളരെ ചുരുങ്ങിയ ചെലവിലും ഒക്കെ ആഘോഷിക്കുന്നവരാണെന്ന്. അതിൽ ഞങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നമ്മൾ എന്ന് ചേർക്കുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് പറയാറുണ്ട്. നമ്മളെ കൂടെ അതിനകത്ത് പങ്കുചേരാറുണ്ട്. കാരണം നമ്മൾ ആ പാഠത്തിന്റെ പുറകെ പോകുന്നവരാണ്. ലാളിതമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് ഏറ്റവും സമ്പന്നനായ ഈശോയെയാണ് ആഘോഷിക്കുന്നത്. അവരെ ആഘോഷിക്കുമ്പോൾ അതിനകത്ത് ആഘോഷങ്ങൾ കൂടി വരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. ആദ്യം അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായം 31ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതിൽ പറയുന്നതാണ്, ആദ്യം നമ്മുടെ രാജ്യവും നീതി അന്വേഷിക്കുകയും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുക. നമ്മൾ രാജ്യവും നീതി അന്വേഷിച്ചറിയപ്പെടുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് നമ്മുടെ കയ്യിലല്ല, അത് തന്നെ ആഘോഷമായിട്ട് മാറ്റുമ്പോൾ. ഓശാനയെ ചിന്തിച്ചു നോക്കും. ഓശാന ഒരു കഴുതപ്പുറത്ത് ഈശോ തുടങ്ങി വെച്ചെങ്കിൽ അത് എത്ര ആർഭാടമായിട്ടാണ് ജെറുസലേം വീതികളിലൂടെ കടന്നുപോയത്. ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ആർഭാടമാക്കി മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ആ ദൈവിക പദ്ധതിയാണ്. അത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം നിങ്ങളുടെ വാർഡ് വളരെ സമ്പന്നമാണ്. സാമ്പത്തികമായിട്ടല്ല ഉദ്ദേശിച്ചത്, സാംസ്കാരികമായിട്ടും അറിവിന്റെ തലത്തിലും. കാരണം നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ദൈവിക ജ്ഞാനത്താൽ കഴിയുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ ഭൗതികാര്യത്തിലും മീഡിയ മാൻ ഇദ്ദേഹമൊക്കെ ദീപിക്ക് വേണ്ടി ഇത്ര വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോസാറിന്റെ പ്രവർത്തന മേഖലകൾ ഇവിടെ ലോക്കൽ മീഡിയയുള്ള റെനി, അങ്ങനെ
ജോസഫ് സാർ പറഞ്ഞതുപോലെ വാർഡിൽ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ പ്രതിഷ്ഠിതമായിട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് സമാജത്തിനായിട്ട് യാത്രയായി. അതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ ആളുകളുടെ സാഹിത്യ കുറവുണ്ട്. പാലായിട്ട് കുറേ പുതിയ ആളുകൾ സമ്മതിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ സാഹചര്യത്തിൽ പോകുന്നവർ എത്താനായിട്ട് കഴിയും. എങ്കിലും എല്ലാവരും എത്തി 4 മണിയാകുമ്പോഴെത്തി ഇവിടെ മത്സരങ്ങളും തന്നെ നമ്മളുടെ വളരെ ആവശ്യമായിട്ട് നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷ യാമപ്രാർത്ഥന ചൊല്ലി യാമപ്രാർത്ഥന സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കൂട്ടായ്മയെ സമർപ്പിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ വളരെയേറെ ഉത്സാഹത്തോടെ കടന്നു വന്ന് വചനങ്ങൾ ബൈബിൾവാക്യങ്ങൾ പങ്കുവച്ച് വളരെയേറെ ആകർഷണമായി. അത് വളരെ കുഞ്ഞുങ്ങളെ പ്രമാണം പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനത്തിൽ സൺഡേ സ്കൂളിൽ നൽകപ്പെടുന്ന വിശ്വാസ പരിശീലനം കൂട്ടായ്മകളിൽ പ്രാവർത്തികമാവുകയാണ്. കുഞ്ഞുങ്ങളോട് എല്ലാ ഞായറാഴ്ചകളും വചനം പഠിക്കാൻ പറയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളത് പഠിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് പല വചനങ്ങൾ പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതിന് കുട്ടികളെ അഭിനന്ദിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പോലെ മുതിർന്നവരും പോലെ മുമ്പോട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ് ബൈബിൾ പഠിക്കുക, വചനം സ്വായത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം പഠിച്ചു വച്ചിരിക്കുന്ന ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന വചനം നമുക്ക് ശക്തി പ്രദാനം ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ പുതിയ സാഹചര്യം കണ്ട ചെയ്യാൻ നമ്മെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ വചനത്തെ കുറച്ചുകൂടി നമ്മൾ ആഴമായി വിശുദ്ധമായി ബൈബിൾ വായിക്കാനും പഠിക്കാനും പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ വിശദമായിട്ട് കഴിഞ്ഞ വർഷക്കാലത്ത് പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ മനോഹരമായിരുന്നു. സാർ പ്രത്യേകമായി അനുവദിക്കുക. കാരണം നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ ക്രോഡീകരിച്ച് അത് നന്നായി പ്രസന്റ് ചെയ്യുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. നമുക്കറിയാം സാർ ഒത്തിരിയേറെ തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹം കോളേജ് പ്രൊഫസറാണ്. അതുകൊണ്ട് പല കാര്യങ്ങളിൽ പോലും അത് റിപ്പോർട്ടുകളൊക്കെ വളരെ മനോഹരമായി എഴുതി പ്രസിദ്ധീകരിച്ചു. ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷത പങ്കെടുത്തിരിക്കുന്ന ജിബി ചേട്ട, ആശംസ അർപ്പിക്കുന്നതിനായി എത്തിയിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട കൊച്ചച്ച, വിവാഹത്തിന്റെ പ്രതിനിധിയും വിശ്വാസ പരിശീലകനും ആയ ജോസഫ് സാർ, കൈക്കാരൻ ഗോപിചേട്ടൻ, ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ കാരണഭൂതരായ സെന്റ് മൈക്കിൾ കുടുംബാംഗങ്ങളെ, ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ഈ കുടുംബ കൂട്ടായ്മ വാർഷികം ആഘോഷിക്കാനായി നിങ്ങൾക്ക് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഡിസംബർ മാസം ഏവർക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു മാസമാണ്. ഇതിന് ആർക്കും സംശയമില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ
രാവിലെയുള്ള വിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നോക്കിയാൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കാം. കുഞ്ഞുങ്ങളെല്ലാവരും വളരെ തീക്ഷ്ണതയോടെ കുർബാനയ്ക്ക് വരുന്നു. മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ഈ മാസം നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത, കുടുംബ കൂട്ടായ്മ വാർഷികത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ കരുത്താണ്. ഈ കൂട്ടായ്മയിൽ 26 കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരുമയോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ആഘോഷം ഇത്ര മനോഹരമായി തീർക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയില് ഈ ഒരു ആഘോഷത്തില് ഒരു കുറവ് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം വളരെ മനോഹരമായി വാർഷികമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത് ആദ്യം നടന്നിരിക്കുന്നത്, ഏറ്റവും ആദ്യം നടന്നൊരു കൂട്ടായ്മയാണ്. ഏതായാലും വളരെ മനോഹരമായിട്ട് നിങ്ങളത് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു. ഞാൻ ഈ സമയത്താണ് എന്നാ പറയണ്ടേന്ന് ചോദിച്ചിട്ട് ചുമ്മാ മൊബൈലിൽ ഒന്ന് കുറിച്ച് വെച്ചത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് അവസാനത്തെ 19 കൂട്ടായ്മ കഴിയുമ്പോൾ ഏകദേശം ഒരു വിലയിരുത്തലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. വികാരിയച്ഛൻ ഞങ്ങളെല്ലാവരും എല്ലാ കൂട്ടായ്മയിലും ഞാൻ രണ്ട് കൂട്ടായ്മ പോകാൻ പറ്റിയില്ല, ബാക്കി എല്ലാ കൂട്ടായ്മയിലും ഞാനും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം എവിടെ നിൽക്കുന്നു, നിലവാരം നീ എങ്ങനെയാണെന്നൊക്കെയുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അവസരത്തിൽ വികാരിയച്ഛനെ ഒന്ന് അനുമോദിക്കുകയാണ്. കാരണം ഈ 19 കൂട്ടായ്മയിലും ഏറ്റവും നേതൃത്വം നൽകിയത് അച്ഛൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അച്ഛന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും അമ്മയും തനിയുടെ ബുദ്ധിമുട്ടും ഒക്കെ അവരെ ആശുപത്രിയിൽ പോയതായിരുന്നു. എന്നിട്ടുണ്ടായിട്ട് പോലെ അച്ഛൻ്റെ തീക്ഷ്ണതയോടുകൂടിയാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതല്ല. ഞാനും ഒരു കുടുംബക്കൂട്ടായ്മയ്ക്ക് പോയിരിക്കുമായിരുന്നു. എന്നാൽ പോലെ അച്ഛനത് ഈ ബുദ്ധിമുട്ട് ഇപ്പോഴും ഇരുന്ന് ചുമയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ റെസ്റ്റ് എടുത്തോ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞായറാഴ്ചയല്ല ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നതാണ്, നാളത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും. അപ്പൊ അത് നമ്മുടെ ഇടവകയോട് അച്ഛൻ കാണിക്കുന്ന വലിയൊരു തീക്ഷ്ണതയാണ്. അത് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത് മാതൃകയാക്കാനാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ അതിനോട് നമ്മൾ കാണിക്കുന്ന ഡെഡിക്കേഷൻ അത് നമുക്ക് കൂട്ടായ്മയുടെ വാർഷികത്തിലാണെങ്കിലും കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ യോഗങ്ങളിലാണെങ്കിലും നമ്മുടെ ഏതൊരു പരിപാടിയാണെങ്കിലും അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു
നമ്മൾ കഴിഞ്ഞ 3 വർഷം ആയിട്ട് നമ്മൾ വാർഷികങ്ങളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഉള്ള ചേച്ചിമാരുടെയും ചേട്ടത്തിമാരുടെയും അച്ഛന്മാരുടെയും കുഞ്ഞുമക്കളുടെയും ഒരു പ്രവേശനമായിട്ടാണ് നമ്മൾ ഈ 3 വർഷമായിട്ട് വാർഷികത്തെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ മനോഹരമായ പാട്ടുകളൊക്കെ ആലപിച്ച ഈ അമ്മച്ചിമാർക്ക് നമുക്ക് വളരെ ആദരവോടുകൂടി തന്നെ നമുക്ക് ഒരു വേദി കിട്ടി എന്നുള്ളതാണ് ഈ വാർഷിക ആഘോഷങ്ങളുടെ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, വിശദമായ ഒരു വാർഡാണ് നിങ്ങളത്, സെന്റ് മൈക്കിൾസ് വാർഡ്. ആ വാർഡില് നല്ല നല്ല കലാപരിപാടികൾ വരുമെന്ന് ഞാൻ കാണാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇതുപോലെ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ നൽകുന്നു. നാണിച്ചു പോകുന്നു നീളൻ കൂട ചൂടി ഞാനിവരം പിൻപോതുമ്പിൽ കൂടി ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലും സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനി കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു കണ്ണീർ കണ്ട മുഴുതുമറിക്കുന്നു മണ്ണിൽ പോകുമണം പൊങ്ങിടുന്നു വേലിപ്പടർപ്പിലെ പച്ചില കൂട്ടത്തിൽ ഓരക്കിളികൾ തിരച്ചിടുന്നു അങ്ങേതിലും ഇങ്ങേതിലും പെണ്ണുങ്ങൾ പാഞ്ഞേനി തെങ്ങേനും ചൊല്ലി വീഴുകയായി അച്ഛൻ താനും പെണ്ണച്ഛനെ കാണുവാനായി ഇച്ഛാവോണം നേരം കാളന്തിയിൽ വേദത്തിൽ ചെന്നു തേടി തുടങ്ങി വേദത്തെ പണ്ടു താനെന്ന പോലെ ഷഡ്പദമാലകൾ അത്ഭുതമായൊരു പുഷ്പരസത്തെ വേലിഞ്ഞൂടെ ഗാനമായി പേറുന്ന തേനെ കുടിപ്പാനായി ആനന്ദം പൂണ്ടങ്ങു നിന്നുപോയി വേഗത്തിൽ പോകുന്ന കാളിന്തി താനങ്ങും രാഗത്തെ കേട്ടൊരു നേരത്തപ്പോൾ ഏറിയ വീതികൾ ജാലമകന്നൂട ഏകുമാനങ്ങാതെ നിന്നുപോയി മാൻപെടുന്നോർച്ചില്ല മാൻപെടകളെല്ലാം ചാപിമയങ്ങീന കണ്ണിഴിയും ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ടിഷ്ടത്തിലമ്പോഴു വട്ടത്തിൽ ദേവിയെ പെട്ടെന്നപ്പോൾ
Thank you.
ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പാടുന്ന ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1974, അതായത് 51 വർഷം മുമ്പ് കരികുന്നം ചന്ദ്രൻ എന്ന് പറയുന്ന ചന്ദ്രൻ നായർ എഴുതി കോട്ടയം ജോയി. പാട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെന്റ് മൈക്കിൾസ് കൂട്ടായ്മ മൊത്തം ഒരുമിച്ചായിരിക്കും ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് ആരും പാടാതിരിക്കരുത്, എല്ലാവരും കൂടി പാടണം. പുറത്തുനിന്നുള്ള ഈ ഞങ്ങളുടെ ഗാനങ്ങൾ കേൾക്കാൻ എത്തിയിരിക്കുന്ന ഓഡിയൻസിനും പാടാവുന്നതാണ്. പക്ഷെ സ്റ്റേജിൽ കയറി പാടുന്നത് ഞങ്ങൾ സ്റ്റേജിൽ പാടും, നിങ്ങൾ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നിന്ന് പാടുന്നതാണ്. അന്നേരം നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു മിനിറ്റ്, ഏത് കുട്ടിക്കും പാടാം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ.
വാർഷികം ആഘോഷിക്കുന്നതിന് പ്രത്യേകം സമ്മാനം കൊടുത്ത് ആദരിക്കാറുണ്ട്, അവരുടെ സ്നേഹം പങ്കുവെക്കാറുണ്ട്. ഈ മാസം പിറന്നാൾ ആഘോഷിക്കുന്ന ജസ്റ്റി തേക്കുകാട്ടിൽ, ജെസ്സി ഏറങ്കാവിൽ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. സമ്മാനമാണ്. അതുപോലെ ഈ മാസം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സിജിമോൻ പ്രിൻസി ആലകൻ അവരെ ക്ഷണിക്കുന്നു സമ്മാനം വാങ്ങാൻ. ഇനി ഇന്ന് ഇവിടെ നടന്ന മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവരാണ്. വാർഷിക മത്സരങ്ങളായിരുന്നവരുടെ 4 നമ്പർ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ആൺകുട്ടികളുടെ കസേരകളുടെ മത്സരത്തിൽ ഫസ്റ്റ് ആൽവിൻ റോബിൻ. എല്ലാവരും ഒന്ന് കൈയടിക്കണം. മത്സരിച്ച് സെക്കൻഡ് എയ്ഡൻ സജി. പെൺകുട്ടികളുടെ കസേരകളുടെ മത്സരം ഫസ്റ്റ് ആഷിക സജി. സെക്കൻഡ് അൽഫോൻസ ബിനോയ്. മുതിർന്നവരുടെ കസേരകളിൽ ഫസ്റ്റ് ജസ്റ്റി ബിജു. സെക്കൻഡ് സിജി കുന്നക്കോട്ട്. ബോൾ പാസിംഗ് മത്സരം. ബോൾ പാസിംഗ് മത്സരത്തില് ഫസ്റ്റ് ലിസ്മരിയ. സെക്കൻഡ് അനഘ സജി. തേർഡ് നിയ ബിജു. മുതിർന്നവരുടെ ബോൾ പാസിംഗ് മത്സരം തന്ത്രപരമായി വിജയിച്ച ജെസ്സി മുട്ടുപാലത്തെങ്കിൽ. സെക്കൻഡ് മൈക്കിൾ ഇറക്കാവൽ. തേർഡ് ജോസ് പാപ്പാറ. അടുത്ത സമ്മാനം കൊടുക്കാനുള്ളത് ലെമൺ സ്പൂൺ റേസിലാണ്. ജിമിച്ച് ചേട്ടനെ ക്ഷണിക്കുന്നു. ലെമൺ സ്പൂൺ റേസ് കുട്ടികളുടെ മത്സരത്തിൽ ഫസ്റ്റ് എയ്ഡൻ സജി. സെക്കൻഡ് അനഘ. മുതിർന്ന കുട്ടികളുടെ ലെമൺ സ്പൂൺ റേസ് മത്സരത്തിൽ ഫസ്റ്റ് സെബാസ്റ്റ്യൻ.
ആഘോഷിക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ചേക്കാം. ഇന്നത്തെ സമ്മാനം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സമ്മാനം കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വചനം പറഞ്ഞതിൽ മത്സരം ഉണ്ടായിരുന്നു. വചനം കൂടുതൽ വചനം പറയുന്നതിനുള്ള മത്സരം. അത് 3 പേരാണ് വാശിക്ക് വചനം പറഞ്ഞത്. എല്ലാവരും ഒന്ന് പ്രത്യേകം അവരെ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവർ അത്രയും വചനം പഠിച്ച് അത് ഇവിടെ വന്ന് പറഞ്ഞു. ഏഴൻ ഈ 3 പേരാണ് വാശിയേറിയ മത്സരത്തിലുണ്ടായിരുന്ന 3 പേർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ക്വിസില് ഫസ്റ്റ് വാങ്ങിച്ച ആരായിരുന്നു? 6 മാർക്ക് കിട്ടിയവര് ഷീബ മുതലിയാണ് തോന്നൽ വരിക. സമ്മാനം സമ്മാനം എല്ലാ വിജയികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. സമയം ആഗ്രഹം ദീർഘിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഉദ്ഘാടനം രോഗാതനായിട്ട് കൂടി ഈ പരിപാടി തൊട്ട് അവസാനിക്കുന്നതോടെ നമ്മുടെ ഈ ഇടവകയുടെ ആത്മീയ പിതാവും നമ്മുടെ സ്വീകരിയ ഇടവകയെ പാകാരൂപയുടെ ഉന്നത ശ്രേണിയിൽ എത്തിക്കാൻ അക്ഷരം പ്രയത്നിച്ച വികാരിയച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട പക്ഷനുണ്ട് വികാരിയച്ഛന് തോളോട് തോൾ ചേർന്ന് എല്ലാ പരിപാടിയിലും സജീവമായിട്ട് എല്ലാ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പക്ഷന് കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ വാർഡ് കൂട്ടായ്മകളെല്ലാം പ്രസിഡന്റായ ജിമ്മി ചേർന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒരു വാർഡ് കൂട്ടായ്മ നടത്താൻ നമുക്ക് വളരെ സമയം കിട്ടാറില്ല. എല്ലാ വാർഡിൻ്റെയും കൂട്ടായ്മകളുടെ പുറകെ എങ്ങനെ സമയം കിട്ടുന്നു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതിന് എന്ത് പരിപാടിക്കും എന്ത് കാര്യം ജീവിക്കാറുണ്ട്.
പരിപാടിയിൽ ആശംസാ പ്രസംഗം അറിയിച്ച സിസ്റ്റർ ആൻസ് എസ് ഞങ്ങൾ കൂട്ടായ്മയായിട്ട് വിളിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീമതി ഷൈ ജോൺസൺ ടീച്ചറിന് നല്ല തിരക്കാണ്. കാരണം ഞങ്ങളുടെ 14ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു മിഷൻ 25 എന്ന് പറഞ്ഞൊരു പരിപാടികളുണ്ട്. ഇവിടെ ജയിപ്പിക്കുക എന്നൊരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്ന ഒരു കടമയാണ്. ടീച്ചറിന് ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഈ നന്ദിയും നൽകുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് സാർ നിങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു മെന്ററാണ്. എന്ത് കാര്യത്തിലും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവരോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ജോസഫ് സാറിനും കൂട്ടായ്മയോടും നന്ദി പറയുന്നു. പിന്നെ ഇതെങ്ങനെ ഇത്രയും പരിപാടികളെ അവതരിപ്പിച്ചിരുന്നു ചോദിച്ചാൽ പ്രശസ്തിയുമാണെന്ന് ഞാൻ പറയും. കാരണം പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ പല പരിപാടികളും വളരെ മനോഹരമായിട്ട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് പേരെടുത്ത് അവർക്ക് നന്ദി പറയുന്നതായിട്ടുണ്ട്. കാരണം ഈ പിള്ളേരെ ഈ പരിപാടികൾ ഒരുക്കാനും പരിശീലിപ്പിക്കാനും ശ്രമിച്ച സോമിയ, ജസ്റ്റി, ഡിൽസി, പ്രിൻസി, ഷെമി എന്നിവരെയൊക്കെ ഞാൻ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പരിപാടിക്ക് നമുക്ക് ശബ്ദവും വെളിച്ചമൊക്കെ അറേഞ്ച് ചെയ്യുന്നു. സഹോദരന്മാരെ കൂട്ടായ്മയുടെ നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ ഓരോ പരിപാടികളൊക്കെ നമ്മളെ അവതരിപ്പിച്ച് എല്ലാവരെയും സന്തോഷം പകർന്ന പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും കൂട്ടായ്മയുടെ നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു